ടൈം ആൻഡ് ഡിസ്റ്റൻസ് അഥവാ സമയവും ദൂരവും എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ് നമ്മളിനി നോക്കുന്നത്. അതായത് ശരാശരി വേഗത കാണാൻ. ഇത് ഒരു പ്രത്യേകത ഉണ്ട്. സഞ്ചരിക്കുന്ന ദൂരങ്ങൾ തുല്യമാകുമ്പോഴാണ് ഈ രീതിയിൽ നമ്മൾ കണക്ക് ചെയ്യേണ്ടത്. നമുക്ക് ചോദ്യം നോക്കാം. ഒരു കാർ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം 30 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം 20 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചാൽ യാത്രയിലെ ശരാശരി വേഗത എത്ര? അപ്പോൾ നമുക്ക് ശരാശരി വേഗതയാണ് കാണേണ്ടത്. ശരാശരി വേഗത കാണണം. ഇവിടെ സഞ്ചരിച്ച ദൂരങ്ങൾ നോക്കൂ. ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം, അടുത്ത 120 കിലോമീറ്റർ ദൂരം. അപ്പോൾ ഇവിടെ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോഴേ നമ്മൾ ഈ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. കാണേണ്ടതോ ശരാശരി വേഗതയാണ്. അപ്പോൾ നമുക്ക് ഈ നിബന്ധനകളൊക്കെ ഈ കണക്കിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ശരാശരി വേഗത കാണാനുള്ള സൂത്രവാക്യം 2 × x × y / x + y. ഈ എക്സും വൈയും വേഗതകളാണ് കേട്ടോ. ഈ കണക്കിൽ ഈ ദൂരത്തിന് പ്രാധാന്യമില്ല. അത് നമ്മൾ എടുക്കണ്ട. 120 കിലോമീറ്റർ ദൂരം തന്നിട്ടുണ്ടല്ലോ, ആ ദൂരം എടുക്കണ്ട. വേഗതകൾ മാത്രം എടുക്കുക. എത്രയൊക്കെയാണ്? 30ഉം 20ഉമാണ്. അപ്പോൾ 2 × 30 × 20 / x + y. 30 + 20. 2 × 30 × 20 ഇത് കൂട്ടുമ്പോൾ 50 എന്ന് വരും. നമുക്ക് ഇതിൽ ഒരു 0 വെട്ടിക്കളയാം. അപ്പോൾ 2 × 3 6 × 2 12ഉം ഒരു 0. അതായത് 120/5 ഹരിക്കുമ്പോൾ 5 10 ശിഷ്ടം 2 20 4 5 20 24 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ശരാശരി വേഗത. ഇതുപോലെ അടുത്ത ചോദ്യം നോക്കാം. ഒരു വാഹനം ആകെ ദൂരത്തിൻ്റെ ആദ്യ പകുതി 120 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും ബാക്കി ദൂരം 30 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്ര? അപ്പോൾ ഇതിൽ നിബന്ധനകളുണ്ടോ നോക്കണം. ശരാശരി വേഗതയാണ് കാണേണ്ടത്. അത് ശരിയാണ്. ഇനി സഞ്ചരിക്കുന്ന ദൂരങ്ങൾ തുല്യമാകണം അല്ലേ? നോക്കൂ പറയണത് ഒരു വാഹനം ആകെ ദൂരത്തിൻ്റെ ആദ്യ പകുതി. അപ്പോൾ ഒരു പകുതിയുടെ കാര്യമാണ് ഈ പറഞ്ഞ വേഗത. ആദ്യ പകുതി ഈ വേഗതയിൽ, പിന്നെ ബാക്കി എന്താണുള്ളത്? അടുത്ത പകുതിയാണ്. അപ്പോൾ പകുതിയും എന്ന് പറഞ്ഞാൽ തുല്യമാണ് അല്ലേ? ദൂരങ്ങൾ തുല്യമാണ്. അപ്പോൾ ആദ്യ പകുതി 20 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ, ബാക്കി ദൂരം പറഞ്ഞാൽ അടുത്ത പകുതി 30 കിലോമീറ്റർ പ്രതി മണിക്കൂർ. അതായത് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാം. 2 × x × y / x + y. ഞാൻ പറഞ്ഞല്ലോ ദൂരം നമ്മൾ എടുക്കണ്ട. ഇതിൽ ദൂരം തന്നിട്ടില്ലേ, ദൂരം എടുക്കും വേണ്ട. എക്സും വൈയും എന്താ? വേഗതകളാണ്. അതേതൊക്കെ? 20ഉം 30ഉം. കഴിഞ്ഞ ചോദ്യത്തിൻ്റെ അതേ അക്കങ്ങളാണ്, അതേ സംഖ്യകളാണ്. അപ്പോൾ ഉത്തരം മാറില്ല. 2 × 20 × 30 / 20 + 30. 2 × 20 × 30 ഇത് കൂട്ടുമ്പോൾ 50. നമുക്ക് ഒരു 0 വെട്ടിക്കളഞ്ഞാൽ ഇത് ഗുണിക്കുമ്പോൾ 120/5 ഹരിച്ചാൽ 24 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ശരാശരി വേഗത. ഇങ്ങനത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് 50 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് 30 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിക്കുന്നു. മൊത്തം യാത്രയിൽ കാറിൻ്റെ ശരാശരി വേഗത എത്ര? ശരാശരി വേഗത തന്നെയാണ് കാണേണ്ടത്. സഞ്ചരിച്ച ദൂരം തുല്യമാണോ? തുല്യമാണ്. കാരണം എന്താ? എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണ്, തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് വരികയാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകണം, അതേ ദൂരം തന്നെയാണല്ലോ ബിയിൽ നിന്ന് എയിലേക്കും വരുന്നത്. അപ്പോൾ അതേ സൂത്രവാക്യം തന്നെ ഉപയോഗിക്കുക. ഈ സൂത്രവാക്യം നമുക്ക് ഉപയോഗിക്കാം. 2 × x × y / x + y. ഏതൊക്കെ? എക്സും വൈയും വേഗതകൾ ഏതൊക്കെയാണ്? 50ഉം 30ഉം. അപ്പോൾ 2 × 50 × 30 / 50 + 30. 2 × 50 × 30 ഇത് കൂട്ടുമ്പോൾ 80. നമുക്കിതിൽ ഒരു 0 വെട്ടിക്കളയാം. ബാക്കി 2 × 3 6 × 50 300/8 എന്ന് വരും. നമുക്കിതിനെ 4 കൊണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ 75 4 300 24 8 75/2 വരും. ഇതിനെ നമുക്ക് ഹരിച്ച് മിശ്ര ഭിന്നാക്കാം. 75 2 37 പ്രാവശ്യം. 37 × 2 74 വരും. അപ്പോൾ 37 തവണ 37 × 2 74 ശിഷ്ടം 1 വരും. അതാണ് 37 1/2 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ശരാശരി വേഗത.